ഹലോ. എവർക്കും സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ PYQ ഡിസ്കഷൻ്റെ ഒരു സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ള ഒരു യൂണിറ്റാണ്. ബേസിക്കലി റിസർച്ച് സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കാറുള്ള റിസർച്ചാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഈ PYQ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ വെച്ചാൽ ഈ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാനും പറ്റും. കാരണം പാർട്ട് 1ലും പാർട്ട് 2ലും കോമൺ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് റിസർച്ച് എന്നുള്ളത്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ ഈ യൂണിറ്റിനെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ PYQ ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് 2024 ജൂണിൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെർമിനോളജീസ് ഈസ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഇൻക്വയറി? ക്വാളിറ്റേറ്റീവ് ഇൻക്വയറിയുമായി കണക്ട് ചെയ്യുന്ന താഴെ പറഞ്ഞിരിക്കുന്ന ടേംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫിനോമിനോളജി, റേഞ്ച്, ഇൻ്റർപ്രറ്റീവിസം, ഹൈപ്പോത്തിസിസ്, എത്നോഗ്രഫി. ഓക്കെ, ഇതിൽ ഫിനോമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു റിയൽ ലൈഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ചാണ്, ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് ഫിനോമിനോളജി എന്നുള്ളത്. ഇത് ക്വാളിറ്റേറ്റീവ് ഇൻക്വയറിയുമായി ബന്ധപ്പെട്ടതാണ്. റേഞ്ച് എന്നുള്ളത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു മെഷർമെൻ്റ് ആണല്ലേ. ഇൻ്റർപ്രറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിസർച്ചിൽ കുറച്ച് അപ്രോച്ചുകളുണ്ട്. പോസിറ്റിവിസം, പോസിറ്റിവിസം, ഇൻ്റർപ്രറ്റീവിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇൻ്റർപ്രറ്റീവിസം എന്നുള്ളത്. ഓക്കെ, ഹൈപ്പോത്തിസിസ് എന്നുള്ളത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. അത് ക്വാളിറ്റേറ്റീവിൽ അത്ര കണക്റ്റ് ആയിട്ടുള്ള സംഗതിയല്ല. എത്നോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഡിസൈനാണ്. നമ്മളിപ്പോൾ ഒരു കൾച്ചർ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ അവിടെ പോയിരുന്ന് ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, നേരിട്ടുള്ള നമ്മുടെ ഒബ്സർവേഷനിലൂടെയൊക്കെ ആ ഒരു കൾച്ചറിനെ പഠിക്കുന്ന ഒരു പഠന രീതിയാണ് എത്നോഗ്രഫി എന്നുള്ളത്. സോ എയും സിയും ഇയും ആണ് ഇവിടെ ക്വാളിറ്റേറ്റീവ് ഇൻക്വയറിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനോളജീസ്. സോ ACE ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽസ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളൊരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവും ഏറ്റവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അവയ്ക്കിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓപ്ഷൻസ് നോക്കാം. അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദ വാല്യൂസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ, മിഡിൽ വാല്യൂസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, 3 ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ തന്നെയാണ് ആൻസർ. നാലാമത് പറയുന്നത് വാല്യൂ വിച്ച് ഹാസ് മാക്സിമം ഫ്രീക്വൻസി ഇൻ ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഇതാണ് റൈറ്റ് ആൻസർ. ഈ വാല്യൂ വിച്ച് ഹാസ് മാക്സിമം ഫ്രീക്വൻസി ഇൻ ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഏതാണ്? മോഡാണ് ഏറ്റവും കൂടുതൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ആവർത്തിക്കുന്ന ഡാറ്റ ഏതാണോ അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മിഡിൽ വാല്യൂ നമ്മൾ പറയുന്നത് എന്താണ്? മീഡിയൻ ആണ് മിഡിൽ വാല്യൂ. ഇനി മീൻ ഉണ്ട്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് ആണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻ വിച്ച് എ റിസർച്ചർ ഓർ ടീം ഓഫ് റിസർച്ചേഴ്സ് കമ്പൈൻസ് എലമെൻറ്റ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ചസ് ഈസ് കോൾഡ്. റിസർച്ചേഴ്സ് എന്ത് ചെയ്യാണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെയും എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുകയാണ്. ആ റിസർച്ചിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി, 3 മിക്സഡ് മെത്തേഡ്, 4 സർവേ മെത്തേഡ്. ഇവിടെ റൈറ്റ് ആൻസർ മിക്സഡ് മെത്തേഡാണ്. മിക്സഡ് മെത്തേഡിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും റിസർച്ചുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ആ പേര് പറയുന്ന പോലെ തന്നെ നടത്തുന്ന റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്താണ്? നമ്മൾ റിയൽ ലൈഫിൽ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനൊക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് സൊല്യൂഷൻ ആവശ്യമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ആക്ഷൻ റിസർച്ച്. ഇപ്പോൾ ക്ലാസ് റൂമുകളിലൊക്കെ ഒരു മെത്തേഡ് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്? റിയൽ ലൈഫ് സിറ്റുവേഷൻ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളത് അപ്ലൈ ചെയ്യുന്നു,
എന്നിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യും, അത് സക്സസ്ഫുൾ ആണോ അല്ലേ, അല്ലെങ്കിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്. അഗെയിൻ ആ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ട് വീണ്ടും നമ്മൾ ആ കാര്യം അപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുന്ന റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് എന്നുള്ളത്. കേസ് സ്റ്റഡി നമ്മൾ ഒരു കേസ് എടുക്കുന്നു, അതിനെ ഏറ്റവും ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതാണ്. സർവേ മെത്തേഡ് നമുക്കറിയുന്ന പോലെ തന്നെ സർവേ ചെയ്യുക, ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ മിക്സഡ് മെത്തേഡാണ്, ഓർത്ത് വയ്ക്കുക. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെസ്റ്റ്സ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ടെസ്റ്റിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ്റെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ്. ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ഉണ്ടാവില്ല, നമുക്ക് എങ്ങനത്തെ ഡാറ്റയാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡാറ്റ ഉണ്ടാവും, എക്സ്പെക്റ്റിംഗ് ഡാറ്റ ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഡാറ്റ അത് വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു കൂട്ടം ഡാറ്റകൾ കിട്ടുന്നു. ഈ നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റയും നമുക്ക് കിട്ടിയ ഡാറ്റയും എത്രത്തോളം മാച്ചിങ് ആണെന്നുള്ളതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മാച്ചിങ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് കൈ സ്ക്വയർ ടെസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് എന്നീ ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് ആ ഒരു മാച്ചിങ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ചിട്ടൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. 5, അറേഞ്ച് ദ റിസർച്ച് പ്രോസസ് ഇൻ എ സീക്വൻസ്. റിസർച്ചിൻ്റെ കുറച്ച് പ്രോസസ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് സീക്വൻഷ്യൽ ആക്കാനാണ് ചോദ്യം. എ തിയറി, ബി സാമ്പിളിംഗ്, സി ഹൈപ്പോത്തിസിസ്, ഡി ഡാറ്റ കളക്ഷൻ ആൻഡ് ഇ ഓപ്പറേഷണലൈസേഷൻ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വരുന്ന കാര്യം ഏതാണ്? തിയറിയാണ് ആദ്യം വരുന്നത്. നമ്മൾ ആദ്യം റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്, അതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഹൈപ്പോത്തിസിസിലോട്ട് പോകുന്നു, നമ്മൾ കുറച്ച് ടെൻറ്റേറ്റീവ് ആയിട്ട് ചില ഹൈപ്പോത്തിസിസുകൾ കൊടുക്കുന്നു. ദെൻ ഓപ്പറേഷണലൈസേഷൻ, നമുക്ക് റിസർച്ചിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തണം എന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്നതിന് കുറച്ച് വേരിയബിൾസും കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് വേരിയബിൾ മെഷർ ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളെയാണ് നമ്മൾ ഓപ്പറേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മേക്കിംഗ് ഇറ്റ് മെഷറബിൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പറേഷണലൈസേഷൻ എന്നുള്ളത്. ദെൻ നമ്മൾ സാമ്പിളിംഗ്, നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് ഒരു കൂട്ടം നമുക്ക് ആവശ്യമുള്ള എണ്ണം ഡാറ്റ നമ്മൾ എടുക്കാൻ തീരുമാനിക്കുന്നു. ദെൻ ഡാറ്റ കളക്ഷൻ. ഓക്കെ, ഇതെല്ലാം വരുന്ന ഓപ്ഷൻ 2 ആണ്. എ സി ഇ ബി ഡി, തിയറി, ദെൻ ഓപ്പറേഷണലൈസേഷൻ, തിയറി കഴിഞ്ഞിട്ട് ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഹൈപ്പോത്തിസിസ്, ദെൻ ഓപ്പറേഷണലൈസേഷൻ, സാമ്പിളിംഗ് ആൻഡ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, 6ാമത്തെ ചോദ്യം 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ആദ്യത്തെ ഫസ്റ്റ് ലിസ്റ്റിൽ റിസർച്ചിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാച്ച് ചെയ്യിക്കാനാണ്. ഒന്ന് എലമെൻറ്റ്, ബി പോപ്പുലേഷൻ, സി റാൻഡം സെലക്ഷൻ, ഡി സാമ്പിളിംഗ് ഫ്രെയിം. എക്സ്പ്ലനേഷൻ നോക്കാം. ദ theoretically specified aggregation of the study elements. 2, the unit selected in a sample about which information is collected. യൂണിറ്റ് സെലക്റ്റഡ് ഇൻ എ സാമ്പിൾ അബൌട്ട് വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ്. നമ്മൾ കളക്ട് ചെയ്ത എന്താ പറയുക ഇൻഫർമേഷൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് എലമെൻ്റ് എന്നുള്ളത്. ഓക്കെ, A2 നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ്സ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. റാൻഡം സെലക്ഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ ഡാറ്റയ്ക്കും അല്ലെങ്കിൽ എല്ലാ എലമെൻസിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഈക്വലായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെലക്ഷനാണ് റാൻഡം സെലക്ഷൻ അഥവാ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത്. അതിനെ നമുക്ക് C3 കണക്ട് ചെയ്യാം. ദ ലിസ്റ്റ് ഓഫ് ക്വാസി ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം വിച്ച് എ സാമ്പിൾ ഈസ് സെലക്റ്റഡ്. ഓക്കെ, നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടം എലമെൻറ്റ്സ് നമ്മൾ അതിൻ്റെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്നുള്ളത്. ഓക്കെ, D4 കണക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് 1 A നമുക്ക് 1 കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ
സോറി, എ നമ്മൾ ഓൾറെഡി 2 കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ആണ് ബാക്കിയുള്ളത്. ബി നമുക്ക് 1 കണക്ട് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ഓപ്ഷൻ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എലമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആണ്, യൂണിറ്റ് ആണ്. റാൻഡം സെലക്ഷൻ അല്ലെ, പോപ്പുലേഷൻ എന്നുള്ളത് 1 ആണ്. റാൻഡം സെലക്ഷൻ, റാൻഡം സാമ്പിളിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. ആൻഡ് സാമ്പിളിംഗ് ഫ്രെയിം ആ ഒരു ലിസ്റ്റിന് പറയുന്ന പേരാണ്. നമ്മൾ സാമ്പിൾ എടുക്കുന്ന ആ ഒരു ലിസ്റ്റിനെ പറയുന്ന പേരാണ്. ഓക്കെ ഓക്കെ 7th question. Which of the following statements correctly explains the condition of type 1 and type 2 error? ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് type 2 error ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, December 23 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The null hypothesis is true and accepted. The null hypothesis is true and rejected. The null hypothesis is false and rejected. The null hypothesis is false and accepted. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് ശരിയാവുകയും പക്ഷേ അതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. നൾ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ ആൻഡ് റിജക്റ്റഡ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് ഈസ് ഫോൾസ് ആൻഡ് അക്സെപ്റ്റഡ് എന്നുള്ളതാണ്. അതായത് നൾ ഹൈപ്പോത്തസിസ് ഈസ് ഫോൾസ് ആൻഡ് അക്സെപ്റ്റഡ് ഇവിടെ ഡിയിൽ കൊടുത്തിട്ടുണ്ട്. ബിയും ഡിയും ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 വിൽ ബി റൈറ്റ് ആൻസർ. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് നമുക്ക് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ നൾ ഹൈപ്പോത്തസിസ് വെച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വെച്ചിട്ടും മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. സോ അറ്റ്ലീസ്റ്റ് ഈ നൾ ഹൈപ്പോത്തസിസ് വെച്ചിട്ടുള്ള എക്സാമ്പിളെങ്കിലും മനസ്സിലാക്കുക. നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, പക്ഷേ അവനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് ടൈപ്പ് 1ഉം, തെറ്റായിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടൈപ്പ് 2 എറർ എന്നാണ് പറയാറുള്ളത്. ഇത്രയും മാത്രം ബേസിക്കലി മനസ്സിലാക്കുക. ഓക്കെ, 8ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കീ ആട്രിബ്യൂട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ അല്ലാത്തത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ആട്രിബ്യൂട്ട് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ജനറേറ്റിംഗ് ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, ഒബ്ജക്റ്റിവിറ്റി, ഡിഡക്റ്റീവ് ലോജിക്. ഇത് രണ്ടാണ് കോൺട്രഡിക്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ജനറേറ്റിങ്ങും ഒന്ന് ടെസ്റ്റിംഗ് ആണ്. പൊതുവെ ക്വാണ്ടിറ്റേറ്റീവിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യം ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക എന്നുള്ളത് ക്വാളിറ്റേറ്റീവിലാണ് ചെയ്യാറുള്ളത്. സോ റൈറ്റ് ആൻസർ എന്താണ്? ജനറേറ്റിംഗ് ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ആട്രിബ്യൂട്ട്. സാധാരണ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ ആണ്. സബ്ജക്റ്റിവിറ്റി ആണ് ക്വാളിറ്റേറ്റീവിൻ്റെ റിസർച്ചിൻ്റെ ഒരു ആട്രിബ്യൂട്ട് എന്നുള്ളത്. ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ലോജിക്കൽ ഫ്രെയിംവർക്ക്. ആൻഡ് ഇൻഡക്റ്റീവ് ലോജിക്കാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1, ജനറേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഓക്കെ, നമ്മുടെ 9th ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ സോഷ്യൽ വർക്കിന് പ്രിപ്പയർ ചെയ്യുന്ന, നെറ്റ് ജാറഫിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ social.discourses എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവുക. ഓക്കെ, 9ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? സാമ്പിളിങ്ങിൽ നമ്മൾ പഠിക്കാറുള്ള 2 സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അല്ലാത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 1 സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, 2 ലോട്ടറി മെത്തേഡ്, 3 ക്വാട്ട സാമ്പിളിംഗ്, 4 സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വാട്ട സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പെടാത്ത അഥവാ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പിളിങ്. ബാക്കിയുള്ള ലോട്ടറി മെത്തേഡ് ആയിക്കോട്ടെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആയിക്കോട്ടെ, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പ്രധാനമായി വരുന്നത് 1 സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് തന്നെയാണ്, 2 സിസ്റ്റമിക് സാമ്പിളിംഗ്, ദെൻ സ്ട്രാറ്റിഫൈഡ്, പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇതൊക്കെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഉൾപ്പെടുന്ന എക്സാമ്പിൾസ് ആണ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്,
ക്വാട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, ഇവയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3, ക്വാട്ട മെത്തേഡ്. ഓക്കെ, നമ്മുടെ 10th ക്വസ്റ്റ്യൻ, ആർ യു മാരീഡ്? ഇഫ് മാരീഡ്, ഫോർ ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ്, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2023 ഡിസംബറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് കോണ്ടിജൻസി ക്വസ്റ്റ്യൻ, 2 ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻ, 3 വാല്യൂ ലോഡഡ് ക്വസ്റ്റ്യൻ, 4 മെട്രിക്സ് ക്വസ്റ്റ്യൻ. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് ഒരു കോണ്ടിജൻസി ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മൾ മുന്നേ ചോദിച്ച ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അതാണ് കോണ്ടിജൻസി ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ആർ യു മാരീഡ്? ഇഫ് മാരീഡ്, ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ്? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണോ? കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി? അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. സോ കഴിഞ്ഞ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, അതിനാണ് നമ്മൾ കോണ്ടിജൻസി ക്വസ്റ്റ്യൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി 10th, ഇത് 11th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പറൊക്കെ മാറിയിട്ടാണ് ഇട്ടിട്ടുള്ളത്, അത് ക്ഷമിക്കുക. അതുകൊണ്ട് അടുത്ത ചോദ്യം 15th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് റിസർച്ച് സ്റ്റെപ്സ് ഇൻ കറക്റ്റ് സീക്വൻസിങ് ഓർഡർ. റിസർച്ചിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അത് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ്, ദെൻ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ദെൻ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഡിസൈന്, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ദെൻ ജനറലൈസേഷൻ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അത് നമ്മൾ പ്രോബ്ലമാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലേ, റിസർച്ചിൻ്റെ പ്രോബ്ലം. ദെൻ നമ്മൾ ഹൈപ്പോത്തിസിസിലോട്ട് എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കും. ആ ഡിസൈൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും, ഡാറ്റ അനലൈസ് ചെയ്യും, ഇൻ്റർപ്രിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കുറച്ച് ജനറലൈസേഷനിലോട്ട് എത്തുന്നു. ഇവിടെ ഓപ്ഷൻ 2ലാണ് ഈ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം റിസർച്ച് പ്രോബ്ലം, ദെൻ ഹൈപ്പോത്തിസിസ്, ദെൻ റിസർച്ച് ഡിസൈൻ, പിന്നെ ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഫൈനലി നമ്മൾ കുറച്ച് ജനറലൈസേഷനിലോട്ട് എത്തുന്നു. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ ഈസ് പോസിറ്റീവ് വെൻ. ഇപ്പോഴാണ് റിലേഷൻഷിപ്പിൽ 2 വേരിയബിൾ പോസിറ്റീവിലാണ്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയുക എപ്പോഴാണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ. ഒന്ന്, 1 വേരിയബിൾ ഇൻക്രീസ്, ദ അതർ വേരിയബിൾ ഡിക്രീസസ്. 2, the relationship between variables change at certain levels. 3, both variables move in same direction. 4, there is no change in the direction of the variables. നമ്മൾ റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത് 5 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്നാണ് പോസിറ്റീവ് റിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടുകയാണെങ്കിൽ, വേരിയബിൾ 1 കൂടുകയാണെങ്കിൽ വേരിയബിൾ 2 കൂടുന്നു, വേരിയബിൾ 1 കുറയുമ്പോൾ വേരിയബിൾ 2 കുറയുന്നു. ഇതിനാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുക. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വേരിയബിൾ 1 കൂടുമ്പോൾ വേരിയബിൾ 2 കുറയുകയാണ്. ഇതിന് നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ പറയാറുള്ളത്. അല്ലെങ്കിൽ വേരിയബിൾ 1 കുറയുമ്പോൾ വേരിയബിൾ 2 കൂടുന്നു, ഇതിനാണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേരിയബിൾ 1 1 യൂണിറ്റ് കൂടുമ്പോൾ വേരിയബിൾ 2 1 യൂണിറ്റ് തന്നെ കൂടുന്നു, അല്ലെങ്കിൽ വേരിയബിൾ 1 1 യൂണിറ്റ് കുറയുമ്പോൾ വേരിയബിൾ 2 1 യൂണിറ്റ് കുറയുന്നു. ഇതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി വേരിയബിൾ 1 1 യൂണിറ്റ് കൂടുമ്പോൾ വേരിയബിൾ 2 1 യൂണിറ്റ് കുറയുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി ഇവ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ 0 കോറിലേഷൻ എന്ന് പറയും. ഇത്തരത്തിൽ 5 കോറിലേഷൻ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഇവിടെ റൈറ്റ് ആൻസർ 3rd ആണ്, ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ 13th ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി പോളിഗൺ ഈസ് വെരി സിമിലർ ടു. നമ്മൾ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചാർട്ടുകളൊക്കെ വെക്കാറുണ്ട്, ഡാറ്റ അനാലിസിസ് ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസുകളാണ് ഇതുപോലത്തെ ചാർട്ടും കാര്യങ്ങളൊക്കെ. അതിൽ ഫ്രീക്വൻസി പോളിഗണുമായി അതേപോലെ സാമ്യതയുള്ള മറ്റ് ചാർട്ട് അല്ലെങ്കിൽ ടൂൾ ഏതാണെന്നുള്ളതാണ്. ഇവിടെ സ്റ്റാക്ക്ഡ് ബാർ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം,
സ്റ്റെം ആൻഡ് ലീഫ് ഡിസ്പ്ലേ. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഹിസ്റ്റോഗ്രാം ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീക്വൻസി പോളിഗൺ സെർച്ച് ചെയ്ത് നോക്കുക, ദെൻ ഹിസ്റ്റോഗ്രാം സെർച്ച് ചെയ്ത് നോക്കുക. ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരേപോലെയുള്ളതാണ്. ഓക്കെ, ഇനി 14th മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ്റെ ഫോംസ് ഉണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ, എ ബി ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻ, സി ലീഡിംഗ് ക്വസ്റ്റ്യൻ, ഡി ആംബിഗസ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 2ൽ ഒന്ന് പറയുന്നത് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ മീനിങ് വിച്ച് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഡിഫറൻ്റ്ലി ടു ഡിഫറെൻറ്റ് റെസ്പോണ്ടൻസ്. 2 എ ക്വസ്റ്റ്യൻ വിത്തിൻ എ ക്വസ്റ്റ്യൻ. 3 provides ready-made categories of answers. 4 a question by contents, structure or wording hints and respondent to answer. ഇതിലിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒന്നാണ് പ്രൊവൈഡ്സ് റെഡിമെയ്ഡ് കാറ്റഗറീസ് ഓഫ് ആൻസർ അല്ലേ. അതേതാണ്? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ പോലുള്ള. അവിടെ ഓൾറെഡി ആൻസർ ഉണ്ടായിരിക്കും, നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എ നമുക്ക് 3യുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. A question by content, structure or wording hints at respondents to answer. അതായത് ഉത്തരം തരുന്ന ആളുകൾക്ക് ആ ഉത്തരത്തിനുള്ള ചെറിയ ഹിൻഡ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, അത് ലീഡിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ C4ുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 3. കാരണം C4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 3 ആയിരിക്കും റൈറ്റ് ആൻസർ എന്നുള്ളത്. ദെൻ ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് എ ക്വസ്റ്റ്യൻ വിത്തിൻ എ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആംബിഗസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് contain more than one meaning which can be interpreted differently to different respondents. അതായത് ക്വസ്റ്റ്യൻ തന്നെ പല മീനിങ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് 3 ആളോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 3 ആളും ആ ക്വസ്റ്റ്യനെ 3 രീതിയിലായിരിക്കും വിളിക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആംബിഗസ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഇനി അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ ഇൻ അസെൻഡിങ് ഓർഡർ. 2024 ക്യാൻസൽ ചെയ്ത എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ വേരിയബിൾസ് പഠിക്കുന്ന സമയത്ത് വേരിയബിൾസിനെ മെഷർ ചെയ്യുന്ന സ്കെയിൽ കുറച്ച് സ്കെയിലുകളുണ്ട്. അതിനൊരു അസെൻഡിങ് ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഓർഡറിലുള്ള കുറച്ച് സ്കെയിലുകളാണ്. അതിൽ ഒന്നാമത്തെ സ്കെയിലാണ് നോമിനൽ സ്കെയിൽ എന്നുള്ളത്. നമുക്ക് പേര് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്കെയിൽ, പേര് അല്ലെങ്കിൽ അവരുടെ സ്ഥലം എവിടെയാണ്, ഇത്തരം ഡാറ്റകൾ, ഇത്തരം വേരിയബിൾസ് അല്ലെങ്കിൽ ഇത്തരം ഡാറ്റാസൊക്കെ ആ സ്കെയിലാണ് വരിക. 2 ഓർഡിനൽ സ്കെയിൽ, നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ്സിൽ റാങ്ക്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 3 വരുന്നതാണ് ഇൻ്റർവെൽ സ്കെയിൽ. ഇവിടെ ഓർഡർ ചെയ്യാനും പറ്റും, അവിടെ നമുക്ക് കറക്റ്റ് ഇൻ്റർവെൽസ് കൊടുക്കാനും പറ്റും. ലൈക്ക് ടെമ്പറേച്ചർ ഒക്കെ പോലുള്ള കാര്യങ്ങൾ ഇൻ്റർവെൽ സ്കെയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഏറ്റവും കൂടിയ ഹൈ ലെവലിലുള്ള സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. അതിൻ്റെ പ്രത്യേകത അവിടെ അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരിക്കും. ലൈക്ക് ഒരു ഉദാഹരണത്തിന് വെയിറ്റിൽ ഹൈറ്റ്, അപ്പോൾ അവിടെ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 0 ആണ്. ഇൻകം തീരെ ഇല്ലാത്ത ഒരു കണക്കാണെങ്കിൽ അവിടെ 0 ആണ് അവിടുത്തെ വാല്യൂ എന്നുള്ളത്. അത്തരത്തിൽ അബ്സല്യൂട്ട് 0 നമുക്ക് കാണാൻ പറ്റുന്ന സ്കെയിലുകളാണ് റേഷ്യോ സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ക്രിപ്ഷൻ നോമിനൽ സ്കെയിലാണ്. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് എന്നുള്ളത് ഇൻ്റർവെൽ സ്കെയിലാണ്. ഓർഡർ എന്നുള്ളത് ഓർഡിനൽ സ്കെയിലാണ്. ഒറിജിൻ എന്നുള്ളത് ഒരു റേഷ്യോ സ്കെയിലിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 B D C A ആയിരിക്കും. ഫസ്റ്റ് വരുന്നത് നോമിനൽ സ്കെയിൽ, ഡിസ്ക്രിപ്ഷനാണ് നോമിനൽ സ്കെയിൽ വരുന്നത്. ദെൻ ഓർഡിനൽ സ്കെയിൽ, ഓർഡറാണ് ഓർഡിനൽ സ്കെയിൽ വരുന്നത്. ദെൻ ഇൻ്റർവെൽ സ്കെയിൽ, ഡിസ്റ്റൻസ്, ആൻഡ് ഫൈനലി റേഷ്യോ സ്കെയിൽ വരുന്നതാണ് ഒറിജിൻ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 16th ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ടി ടെസ്റ്റ് ഈസ് യൂസ്ഡ് വെൻ. സ്റ്റുഡൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളതാണ്. സാമ്പിൾ സൈസ് ഈസ് 30 or less ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ഈസ് നോട്ട് നോൺ. സാമ്പിൾ സൈസ് ഈസ് 30 or more ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ഈസ് നോട്ട് നോൺ. സാമ്പിൾ സൈസ് ഈസ് 30 or less ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ഈസ് നോൺ. സാമ്പിൾ സൈസ് ഈസ് 30 or more ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ഈസ് നോൺ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സാമ്പിൾ സൈസ് ഈസ് 30 or less ആൻഡ് വേരിയൻസ് ഈസ്
നോട്ട് നോൺ ആണ്. സാമ്പിൾ സൈസ് 30ഉം അതിൽ 30 താഴെ ആവുന്ന സമയത്ത്, അതേപോലെ തന്നെ വേരിയൻസ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യനുകൾ തന്നിട്ടില്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. ഇത് 2024 ക്യാൻസൽ ചെയ്തുപെട്ട എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ വേരിയബിൾസ് വിച്ച് ഫിഗർ ഇൻ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഇതും അഗെയിൻ ഒരു മെഷർമെൻറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ സ്കെയിലിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഹയസ്റ്റ് ലെവലുള്ള മെഷർമെൻറ്റ് ഏതാണ്? റേഷ്യോ സ്കെയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യം നോമിനൽ, ദെൻ ഓർഡിനൽ, ദെൻ ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ. അപ്പോൾ റേഷ്യോ ലെവലിൽ ഉൾപ്പെടുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ലെവൽ ഇതൊരു ഒരു ഓർഡിനൽ ലെവലിലുള്ള ഒരു ഇൻ്റർവെൽ സ്കെയിലിലുള്ള ഒരു വേരിയബിളാണ്. ദെൻ എഡ്യൂക്കേഷൻ ലെവൽ എന്നുള്ളത് ഓർഡിനൽ ലെവലുള്ള ഒരു സ്കെയിലാണ് അല്ലേ. ഓർഡർ ചെയ്യാൻ പറ്റും, ഇത്ര SLC പാസ്സായവർ, +2 പാസ്സായവർ, ഡിഗ്രി പാസ്സായവർ, ഇതൊരു ഓർഡിനൽ ലെവലിലുള്ളതാണ്. ഇൻകം ലെവൽസ് ഇതും ഒരു ഓർഡിനലായിട്ടും കണക്കാക്കാം, അല്ലെങ്കിൽ ഇൻ്റർവെല്ലായിട്ടും കണക്കാക്കാം. ഓർഡിനലായിട്ട് കണക്കാക്കാൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ബിലോ പോവർട്ടി ലൈന്, എബോ പോവർട്ടി ലൈൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത് വരുമാനം കുറഞ്ഞ ആളുകൾ, ഒരു മിഡിലിൽ നിൽക്കുന്ന ആളുകൾ, ഹൈ ലെവലിലുള്ള ആളുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഓർഡിനൽ ലെവലായിട്ട് കണക്കാക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വരെ സമ്പാദ്യമുള്ള ആളുകൾ, വരുമാനമുള്ള ആളുകൾ, 20,000 രൂപ വരെയുള്ള ആളുകൾ, ദെൻ 30,000 രൂപ വരെയുള്ള ആളുകൾ, ഇങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു ഇൻ്റർവെൽ സ്കെയിലായിട്ടും നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇനിയുള്ളത് ഇയർ ഓഫ് സ്കൂളിങ്. ഇതൊരു റേഷ്യോ ലെവലാണ്. കാരണം സ്കൂളിൽ പോകാത്ത ഒരാൾ, അയാളുടെ ഇയേഴ്സ് ഓഫ് സ്കൂളിങ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അബ്സല്യൂട്ട് 0 വരുന്ന റേഷ്യോ ലെവലായിട്ട് ഈ ഒരു വേരിയബിളിനെ കണക്കാക്കാം. ആനുവൽ ഇൻകം ഇല്ലാത്ത ആൾക്ക് അയാളുടെ ആനുവൽ ഇൻകം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ അതും അവിടെയും അബ്സല്യൂട്ട് 0 പ്രസൻറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. സോ ഡിയും ഇയും ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അഗൈൻ എന്താണ് ലെവൽ ഓഫ് മെഷർമെൻറ്റിൽ ഹയസ്റ്റ് ലെവലിലുള്ള വേരിയബിൾ ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഹയസ്റ്റ് ലെവൽ ഏതാണ്? റേഷ്യോ ലെവലാണ്. റേഷ്യോ ലെവലിൻ്റെ പ്രത്യേകത അവിടെ അബ്സല്യൂട്ട് 0 ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4, D and E. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് അല്ലേ. വേരിയബിൾസിൽ പല ടൈപ്സ് വേരിയബിൾസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, പിന്നെ കൺഫൗണ്ടിങ് വേരിയബിൾസ് ഉണ്ട്. പിന്നെ കുറച്ച് വേരിയബിൾസുകളുണ്ട്. അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ദ വേരിയബിൾസ് വിച്ച് റെപ്രസെൻറ്റ് ദ കോസ്, ദ വേരിയബിൾ which represent the effect, the variables which examines the possibility of association, the variables which does not have a minimum size. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയും ആരോഗ്യവും എടുക്കുക. ഓക്കെ, ഭക്ഷണ രീതിയും അല്ല ഫാസ്റ്റ് ഫുഡ് കഴിക്കലും നമ്മുടെ വെയിറ്റും, ഇത് രണ്ട് വേരിയബിൾ എടുക്കുക. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്താണ് നമ്മുടെ വെയിറ്റ് കൂടുന്നത്. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുന്ന സമയത്ത് വെയിറ്റ് കുറയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെയിറ്റ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടുന്നു, ഫാസ്റ്റ് ഫുഡ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയുന്നു. അപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കാരണം കോസ് ഉണ്ടാക്കുന്ന ഒരു വേരിയബിൾ, അത് അവനാണ് കാരണം ഉണ്ടാക്കുന്ന ആൾ. ഇനി കാരണത്തിന് ഇരയാകുന്ന ആളാണ് ആര്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കാരണം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവിടെ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെയും കൂടുന്നു, ഇവിടെ കുറയുമ്പോൾ ഇവിടെയും കുറയുന്നു. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്ത്? കാരണത്തിന് ഇരയാകുന്ന ആൾ. സോ ഇവിടെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ ദ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ദ എഫക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാറുള്ളത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2, ദ വേരിയബിൾ വിച്ച് റെപ്രസെൻറ്റ് ദ എഫക്റ്റ്. ആ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. കാരണം ഉണ്ടാക്കുന്ന ആളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കാരണം അത് ആരിലാണ് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കാരണത്തിന് ഇരയാകുന്ന ആളാരാണോ അയാളാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, 19ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫിലോസഫിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. റിസർച്ചിനൊരു പാരഡൈം ഉണ്ട്, ഒരു മെത്തഡോളജിക്കും ഫിലോസഫിക്കും ഒക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുള്ളത്. അതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇത് കുറച്ചുകൂടി ഒരു ഫിലോസഫി ടച്ചുള്ള റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയാം. നേരെ ഫസ്റ്റ് വരുന്ന റിസർച്ച് പാരഡൈം എന്നുള്ളത് ഓന്തോളജിയാണ്. ഓന്തോളജിയിൽ നമ്മൾ സംസാരിക്കാറുള്ളത് എന്താണ് റിയാലിറ്റി, എന്താണ് ഫാക്റ്റ്, എന്തെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നു, എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഫിലോസഫിക്കൽ പാരഡൈമാണ് ഓന്തോളജി എന്നുള്ളത്. അതാണ് ബേസ്. അതിൻ്റെ നേരെ കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പിസ്റ്റമോളജി. ഓക്കെ, എന്താണ് റിയാലിറ്റി എന്നുള്ളത് ചോദിച്ചു. ഇനി എങ്ങനെയാണ് റിയാലിറ്റിയിലോട്ട് അല്ലെങ്കിൽ നോളജിലോട്ട് എത്തുക എന്നുള്ളത് ചോദിക്കുന്ന ഒരു ഏരിയയാണ് എപ്പിസ്റ്റമോളജി എന്നുള്ളത്. ദെൻ തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ, നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നുള്ള ഈ ഒരു പ്രോസസ്സിനെ ഏത് ലെൻസിലൂടെ കാണണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ. ദെൻ നമ്മൾ റിസർച്ച് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുന്നു. ക്വാളിറ്റേറ്റീവായിട്ട് ചെയ്യണോ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ചെയ്യണോ എന്നുള്ളത് അത് റിസർച്ച് അപ്രോച്ച് എന്ന് അതിനെ പറയാം. ദെൻ നമ്മൾ ഏത് ഡിസൈനാണ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണോ കേസ് സ്റ്റഡി റിസർച്ച് ആണോ, ആ ഒരു ഡിസൈനിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഫൈനലി വരുന്ന ഭാഗമാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ള ആ ഒരു ഓർഡർ മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ഓന്തോളജി, ദെൻ എപ്പിസ്റ്റമോളജി, പിന്നെ തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ, പിന്നെ റിസർച്ച് അപ്രോച്ച്, ഫൈനലി റിസർച്ച് ഡിസൈൻ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി 20th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് റിസർച്ച് ഡിസൈനുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ നേച്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത് കൊടുത്തിട്ടുള്ള എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. കൊടുത്തിട്ടുള്ളത് കോസൽ റിലേഷൻഷിപ്പ്, കൊഹോർട്ട് സ്റ്റഡി, ഫാക്ട് ഫൈൻഡിങ്, ഡിസ്ക്രൈബിങ് ഫിനോമിന. ഇവിടെ ഡിസ്ക്രൈബിങ് ഫിനോമിന എന്നുള്ളത് ഏതാണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാകാം, ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളതാണ്. കോസൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന എക്സ്പെരിമെൻ്റ് പറഞ്ഞ ഡിസൈൻ എന്നുള്ളത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പിനെ 2 ഗ്രൂപ്പുകളാക്കി മാറ്റും. ഒന്നിനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയും, മറ്റൊന്നിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. ഒന്നിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് കൊടുക്കും, ഒന്നിൽ കൊടുക്കൂല. എന്നിട്ട് ഒരു കൃത്യസമയത്തിന് ശേഷം 2 ഗ്രൂപ്പിലും എന്താണ് വ്യത്യാസം എന്ന് അനലൈസ് ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അവിടെയാണ് കോസൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. C1 ആയിട്ട് കണക്ട് ചെയ്യാം. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ചിനെ നമുക്ക് കൊഹോർട്ട് സ്റ്റഡിയുമായിട്ട് കണക്ട് ചെയ്യാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് കൂടുതലും കാണാറുള്ളത്. അത്തരത്തിലുള്ള റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതിനെ നമുക്ക് ഫാക്ട് ഫൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാം. കാരണം പുതുതായിട്ടൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് പുതിയ ഫാക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. സോ A3യുമായിട്ട് കണക്ട് ചെയ്യാം. അത്തരത്തിൽ ഓപ്ഷൻ C, A3, B4, C1 ആൻഡ് D2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ റിസർച്ചിൽ നിന്ന് കഴിഞ്ഞ എക്സാമുകളിൽ വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് അഗൈൻ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഏരിയകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. പക്ഷേ ഈ ഏരിയകൾ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ. ഈ ഏരിയകൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.